ബിജെപി നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി മുൻ യുവമോർച്ച ഭാരവാഹി. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനാ സെക്രട്ടറിയുടെ മുറിയിൽ 25 കോടിയുടെ കള്ളപ്പണം വന്നുവെന്നാണ് ബിജെപി ഓഫീസിൽ നിന്നും പുറത്താക്കപ്പെട്ട അക്ഷയ് പറയുന്നത്. തമിഴ്നാട് രജിസ്ട്രേഷൻ കാറിൽ 1 കോടി രൂപയും 17 ചാക്കുകളുമായി കള്ളപ്പണം വന്നിട്ടുണ്ട്. CCTV ഓഫ് ചെയ്ത പണം തൃശൂർ ജില്ലാ ഓഫീസിൽ സൂക്ഷിച്ചു. സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കോളങ്ങാട്, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനീഷ് കുമാർ എന്നിവർക്ക് വിവരങ്ങളെല്ലാം അറിയാമെന്നും അക്ഷയ് ആരോപിച്ചു. സാമ്പത്തിക ക്രമക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നത് ഇലക്ഷന് വന്നിരിക്കുന്ന പൈസ എല്ലാ പാർട്ടികൾക്കും ഇലക്ഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഫണ്ട് ഉണ്ടാവും. പക്ഷേ ഇത് അതിലും കവിഞ്ഞ് അവിടെ പൈസ വരികയും ആ പൈസ വ്യക്തികൾ കേന്ദ്രീകരിച്ച് ആ പൈസയെ അവിടെ നിന്ന് കൊള്ളടിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം ഒരു 20-25 കോടി രൂപയോളം അവരവിടെ നിന്ന് അനധികൃതമായിട്ട് അവർ സമ്പാദിച്ചു. അതായത് വ്യക്തികൾ സമ്പാദിച്ചു എന്ന് വേണം പറയാനായിട്ട്. സംഘടനാ സെക്രട്ടറിയുടെ മുറിയിൽ വന്നു. സംഘടനാ സെക്രട്ടറിയുടെ ഡ്രൈവർ രാജേഷ്, അതുപോലെ മുരളി കൊളങ്ങാട്ടിൽ, ഇവർ 3 പേരുമാണ് ഈ പൈസ കൈകാര്യം ചെയ്യുന്നത്. ഇവർ കൈകാര്യം ചെയ്യുക, അതുപോലെ തന്നെ ഒരു വീട് എടുത്തിട്ടായിരുന്നു ഈ പൈസയെ കേന്ദ്രീകരിച്ച് വെച്ചിരുന്നത്. ലാസ്റ്റ് വന്നിരിക്കുന്ന പൈസ 1 കോടി രൂപയോളമാണെന്ന് പറഞ്ഞ് തമിഴ്നാട്ടിലേക്ക് എന്തിനാണെന്നറിയില്ല ഒരു TN രജിസ്ട്രേഷൻ ബലേനോയിലാണ് ലാസ്റ്റ് 1 കോടി രൂപ അവിടെ നിന്ന് എടുത്തിട്ട് കൊടുത്തു വിട്ടത്. അതിൽ എന്നെയും പങ്കാളിയാക്കിയായിരുന്നു. അതിൽ എന്നെ പങ്കാളിയാക്കാന്ന് പറഞ്ഞാൽ അന്ന് സംഘടനാ സെക്രട്ടറി സുരേഷ് അവിടെ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം എന്നെ വിളിക്കുകയും മുരളി കൊളങ്ങാട്ടിലിൻ്റെ കൂടെ ആ പൈസ എടുക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വണ്ടിയുമ്പോൾ പോയി ആ പൈസ അദ്ദേഹത്തിന് എടുത്ത് കൊണ്ടുവരുമ്പോൾ ആ വീട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന വീടാണ്. അവിടെ നോക്കുമ്പോൾ ഒരു 4 ചാക്കുണ്ട്. ഈ ചാക്ക് കൂടാണ്ട് 4 ചാക്കുണ്ട്. തലേ ദിവസം ഒരു ഫസ്റ്റ് ഈ മുരളി കൊളങ്ങാട്ടിലിൻ്റെ ഇന്നോവ വരികയും അതിൻ്റെ പിന്നിൽ സംഘടനാ സെക്രട്ടറിയുടെ ഇന്നോവ വരികയും അതിൽ നിന്ന് സംഘടനാ സെക്രട്ടറിയുടെ ഡ്രൈവർ 17 ചാക്കുകളോളം പൈസ ഇറക്കി മേളിലേക്ക് കയറ്റുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. CCTV ക്യാമറ ഓഫ് ചെയ്യാനായിട്ട് സുജയ് സേനൻ എന്ന് പറഞ്ഞിട്ട് ജനറൽ സെക്രട്ടറിയാണ് എന്നോട് ആവശ്യപ്പെട്ടത്. സംഘടനാ സെക്രട്ടറി KP സുരേഷ്, മുരളി കൊളങ്ങാട്ടിൽ, അതുപോലെ തന്നെ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, ഇവരാണ് ഇതിന് പ്രധാനമായിട്ട് നേതൃത്വം വഹിച്ചിരിക്കുന്നത്. ജേസൺ ചാമ്പളപ്പ് വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ തൃശൂർ BJP ഓഫീസുമായി ബന്ധപ്പെട്ട് പിന്നെ നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫണ്ട് തട്ടിപ്പ് നടന്ന അഴിമതികൾ നിരവധി വാർത്തകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ചാക്കുകളിൽ 17 ചാക്കുകളിൽ കള്ളപ്പണം വന്നു എന്ന ആരോപണം ഇപ്പോൾ യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ട യുവനേതാവ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം ആർക്കെതിരെയാണ് ഉള്ളത്? ഇപ്പോൾ ഈ പറയുന്ന ആരോപണം പറയുക എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ പക്കൽ എന്തെങ്കിലും തെളിവുകളുണ്ടോ? എന്തുകൊണ്ട് അദ്ദേഹത്തെ ഈ പാർട്ടി അംഗത്വത്തിൽ നിന്നും യുവമോർച്ചയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കി? BJP നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണമാണ് മുൻ യുവമോർച്ച ഭാരവാഹി അക്ഷയ് ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനാ സെക്രട്ടറിയുടെ മുറിയിൽ 25 കോടിയുടെ കള്ളപ്പണം വന്നുവെന്നാണ് BJP ഓഫീസിൽ നിന്നും പുറത്താക്കപ്പെട്ട അക്ഷയ് പറയുന്നത്. 17 ചാക്കുകളിലായി പണം വന്നുവെന്നാണ്. ജേസൺ, എന്റെ ചോദ്യം കേട്ടുവെങ്കിൽ അക്ഷയ് എന്തിനാണ് പുറത്താക്കപ്പെട്ടതെന്നുള്ള ചോദ്യം, അക്ഷയ് ഉന്നയിക്കുന്ന ആരോപണം ആർക്കൊക്കെ എതിരെയാണ്? സ്മൃതി, BJP തൃശൂർ ജില്ലാ കമ്മിറ്റി നേരത്തെയും സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോടികളുടെ കള്ളപ്പണം BJP ഓഫീസിലേക്ക് വന്നുവെന്ന് അന്നത്തെ ഓഫീസ് സെക്രട്ടറിയായ തിരൂർ സതീഷ് വ്യക്തമാക്കിയതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പതുക്കെ അത് കെട്ടടങ്ങുന്ന സ്ഥിതിയുണ്ടായി. കൊടകര കുഴൽപ്പണ കേസ് BJPയുടെ തൃശൂർ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ് ഉയർന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത BJPയുടെ ഓഫീസ് സെക്രട്ടറിയായ P. അക്ഷയ് ഗുരുതരമായ ആരോപണമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അക്ഷയ് ഈ കഴിഞ്ഞ വർഷം നവംബർ മാസം മുതൽ ഈ വർഷം ജൂലൈ 14 വരെയാണ് ഓഫീസ് സെക്രട്ടറി ആയിരുന്നത്. 14-ാം തീയതി രാവിലെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് അക്ഷയിനോട് നാളെ മുതൽ ഓഫീസിലേക്ക് വരേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ് അക്ഷയ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന് എന്താണ് കാരണമെന്ന യാതൊരു വിശദീകരണവും നൽകാതെയാണ് തന്നെ പുറത്താക്കിയത്. ഇപ്പോൾ അക്ഷയ് തന്നെ വ്യക്തമാക്കുന്നത് BJPയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരനെ മെയിൽ മൂലം താൻ അറിയിച്ചിരുന്നുവെന്നാണ് അദ്ദേഹം ആദ്യം തന്നെ വ്യക്തമാക്കുന്നത്. അതിനെ തുടർന്നാണ് അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുമ്പ് 25 കോടി രൂപ 17 ചാക്കുകളിലും ഒരു പച്ച ബാഗിലുമാക്കി BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചിരുന്നു എന്നതാണ് ഗുരുതരമായ ആദ്യത്തെ ആരോപണം. ഈ പണം നേരത്തെ സൂക്ഷിച്ചിരുന്നത്, അതായത് ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചിരുന്നത് ഗാന്ധിനഗറിലുള്ള ഒരു വാടകയ്ക്കെടുത്ത വീട്ടിലായിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അവിടെ നിന്നാണ് 17 ചാക്കുകളിലായി 25 കോടി രൂപ
BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം 2 ദിവസങ്ങളിൽ, അതായത് വോട്ട് എണ്ണുന്ന ദിവസവും അതിന് തലേ ദിവസവുമായി 2 കേരള രജിസ്ട്രേഷനുള്ള കാറിൽ ഇവിടെ നിന്ന് ഈ പണം കൊണ്ടുപോയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്ന ഗുരുതരമായ ആരോപണം. അതിനോടൊപ്പം തന്നെ TN രജിസ്ട്രേഷനിലെ ഒരു വാഹനത്തിൽ 1 കോടി രൂപയും കൊണ്ടുവന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിൻ്റെ തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ സമയങ്ങളിൽ, ഈ പണം കൊണ്ടുവരുന്ന സമയങ്ങളിൽ CCTV ഓഫ് ചെയ്യാൻ പാർട്ടിയുടെ ജില്ലാ നേതാവ് തന്നോട് ആവശ്യപ്പെട്ടു. പക്ഷേ തനിക്കിതിൻ്റെ സാങ്കേതിക വശം അറിയില്ല എന്ന് പറഞ്ഞ് P. അക്ഷയ് അക്കാര്യം ചെയ്തില്ല. അതിനുശേഷമാണ് ഈ പണം കൊണ്ടുപോയതെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 2 ദിവസങ്ങളിലായി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ 25 കോടി രൂപ 17 ചാക്കുകളിലും അതുപോലെ തന്നെ ഒരു പച്ച ബാഗിലുമായി കൊണ്ടുവന്ന പണം, ഈ പണം 2 വോട്ടെണ്ണുന്ന ദിവസം അതിൻ്റെ തലേ ദിവസമായി BJP ഓഫീസിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി കേരള രജിസ്ട്രേഷനുള്ള 2 കാറുകളിലെത്തി കടത്തിക്കൊണ്ടുപോയി എന്നതാണ് അദ്ദേഹം പറയുന്ന ഗുരുതരമായ ആരോപണം. പാർട്ടിയുടെ സംഘടനാ സെക്രട്ടറിയായ KP സുരേഷ്, മുരളി കൊളങ്ങാട്ട്, അതുപോലെ തന്നെ BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ KK അനിഷ്കുമാർ തുടങ്ങി നിരവധി പേരുടെ അറിവും സമ്മതവും കൂടിയാണ് അവർ കൂടി പങ്കുണ്ട് ഈ വിഷയത്തിൽ എന്നുകൂടി അദ്ദേഹം ആരോപിക്കുന്നു. തന്റെ ജീവന് ഭീഷണിയുണ്ട് ഇക്കാര്യങ്ങൾ പുറത്തു പറയുമ്പോൾ എന്ന ഒരു കാര്യം രഞ്ജിത്തിലേക്ക് കൂടി പോയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ BJPയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അഴിമതി, ക്രമക്കേട്, പണം തട്ടിയെടുക്കൽ തുടങ്ങിയ ആരോപണങ്ങൾ ഉയർന്ന് അതിന്മേൽ പാർട്ടി ആഭ്യന്തരമായ അന്വേഷണം നടത്തുന്നു. പുറത്തേക്ക് അത് സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടി ആ വിവരങ്ങൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ചാക്കുകെട്ടുകളിൽ തൃശൂർ പാർട്ടി ഓഫീസിൽ എത്തിച്ചിരിക്കുന്ന പണത്തിന്റെ വിവരം വീണ്ടും പുറത്തു വരുന്നത്. നമുക്ക് ഇതിനു മുമ്പും തൃശൂർ BJP ഓഫീസ് ആരോപണ വിധേയമായിട്ടുണ്ട്. അന്ന് തിരൂർ സതീഷായിരുന്നു ആരോപണം ഉന്നയിച്ചതെങ്കിൽ ഇന്നിപ്പോൾ അത് അക്ഷയാണ്. ഇത് ആരിലേക്കാണ് ചെന്നെത്തി നിൽക്കുന്നത്? സ്മൃതി, ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയുന്തോറും BJPക്കുള്ളിൽ ഈ പണം ഒഴുകുന്നതിന്റെ കണക്കുകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് വലിയ ആ പണമൊഴുക്കിന്റെ ഫലം തെരഞ്ഞെടുപ്പ് ഫലത്തിലൊന്നും പ്രതിഫലിക്കുന്നില്ലെങ്കിൽ കൂടി ഓരോ മണ്ഡലത്തിലും മണ്ഡലങ്ങളെ A ക്ലാസ് എന്നും B ക്ലാസ് എന്നും C ക്ലാസ് എന്നും തരംതിരിച്ച് ആ മണ്ഡലങ്ങൾക്ക് വ്യാപകമായ തോതിൽ പണം നൽകുകയും ആ പണം അത് പ്രവർത്തകരിലേക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണമായ തോതിലുള്ള വിജയത്തിലേക്കോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാതെ അത് തട്ടിപ്പ് നടത്തി ചില നേതാക്കന്മാർ അത് തട്ടിയെടുക്കുന്നു എന്നുള്ളതാണ് വ്യാപകമായിട്ടുള്ള ആക്ഷേപം എന്ന് പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഇത്തരം ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിക്കുകയും ഓഡിറ്റിംഗ് സ്ട്രിക്റ്റ് ആക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. അത് 2 തലത്തിൽ അഴിമതി നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആരോപണമായി ഉയരുന്നത്. ഒന്ന്, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ആരോപണം. അത് സ്റ്റേറ്റ് തെരഞ്ഞെടുപ്പ് സമിതി, തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാൻ സ്റ്റേറ്റ് തലത്തിൽ രൂപീകരിച്ച സമിതി അതിൽ കൊടി വാങ്ങിയതുൾപ്പെടെ 56 ലക്ഷം രൂപ ഒരു വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങൾ പോലും പുറത്തു വന്നിരുന്നു. അതിനുശേഷം ഓരോ മണ്ഡലത്തിൽ നിന്നും ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. വോട്ട് പർച്ചേസ് എന്ന് പറഞ്ഞ് പണം പിരിക്കുന്നതായിട്ട് വിവരങ്ങൾ പുറത്തു വന്നു. തൃശ്ശൂരിലെ CCTVകൾ കാണാതായതിനെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്നു. ആ CCTV കാണാതായതുമായി ബന്ധപ്പെട്ടാണ് അക്ഷയ് പുറത്താകുന്നതെന്ന് അറിയുന്നു. ഏതായാലും ഇത്തരത്തിൽ വ്യാപകമായി പണം ഒഴുകുകയും ആ പണം ചില നേതാക്കന്മാർ ദുർവ്യയം ചെയ്തു അല്ലെങ്കിൽ അവരെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. ചില നേതാക്കന്മാർ അവരുടെ സഹകരണ ബാങ്കിലെ ലോണ് തീർപ്പാക്കാൻ വേണ്ടി ഉപയോഗിച്ചു, അല്ലെങ്കിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. ആർഭാടങ്ങൾ ഉണ്ടാക്കി, കാറ് വാങ്ങി, വീട് വെച്ചു തുടങ്ങിയതെല്ലാം ഇതിന്റെ പിറകെ ആരോപണമായി വന്നുകൊണ്ടേയിരിക്കുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് നേരത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു സുതാര്യത ഉണ്ടായിരുന്നു. RSSൽ നിന്ന് നിയോഗിക്കപ്പെടുന്ന കോർഡിനേറ്റർമാർ അല്ലെങ്കിൽ അതിന്റെ സംഘടനാ ചുമതലയുള്ള ആളുകളായിരുന്നു ഓരോ മണ്ഡലത്തിലും നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പണം വിനിയോഗം ചെയ്തിരുന്നത്. അത് പൂർണ്ണമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും RSS ആ പണവിനിയോഗത്തിൽ നിന്ന് പിൻവാങ്ങി അത് BJP തന്നെയുള്ള നേതാക്കന്മാർ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള ആരോപണങ്ങൾ BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വരാൻ തുടങ്ങിയത്. അത് ഒരു മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മിറ്റിയോ മാത്രമല്ല, വിവിധ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ തട്ടിപ്പ് നടക്കുന്നു. ഓരോ മണ്ഡലങ്ങളിലും വ്യത്യസ്തമായ തുകകൾ അത് വ്യത്യസ്തമായ പേരുകളിൽ എഴുതി വാങ്ങുന്നു എന്നുള്ളതാണ്. നേതാക്കന്മാരുടെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട്, നേതാക്കന്മാരുടെ യാത്രയുമായി ബന്ധപ്പെട്ട്, അവരുടെ താമസം, ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, കൊടി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നതനുസരിച്ച്
വോട്ട് പർച്ചേസ് ഉൾപ്പെടെ, അതായത് ഒരു മണ്ഡലത്തിൽ വിജയിക്കാൻ നമുക്ക് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സമുദായത്തിന്റെ വോട്ട്, ഏതെങ്കിലും പ്രത്യേക പാർട്ടികളുടെ വോട്ട്, അത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 50,000 വോട്ട് പർച്ചേസ് ചെയ്യാം, ഇത്ര കോടി ചെലവാക്കേണ്ടി വരും. അപ്പോൾ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന BJP അംഗങ്ങൾ കൂടി സംശയമുറയിലേക്ക് എത്തുന്നു എന്ന രൂപത്തിലാണ് ഈ കള്ളപ്പണ ഒഴുക്കിന്റെ വിവരങ്ങൾ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇതിന്മേൽ എന്താണ് BJP നേതൃത്വത്തിന്റെ പ്രതികരണം എന്നുള്ളതാണ് അടുത്ത മണിക്കൂറിൽ അറിയാനാവുക. VS രഞ്ജിത്തും ഒപ്പം ജേസൺ ചാമോളപ്പിലുമാണ് വിവരങ്ങൾ നൽകിയത്.